ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതുമാണെന്നും അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസ്. രാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ മോചനം. INCയുടെ വനിതാ വിഭാഗം മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിനെ സമരങ്ങളിൽ ആകൃഷ്ടനായി INCയിൽ ചേർന്ന ധീരനായ മലയാളി വക്കം അബ്ദുൾ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെൻറ് വക്കം അബ്ദുൾ ഖാദർ തൂക്കിലേറ്റിയത് എത്രാമത്തെ വയസ്സിലാണ്? 26. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നതുപോലെയുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി മുഹമ്മദ് അലി ജിന്ന. 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനവേദി ലാഹോർ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം 1947 ലാഹോർ സമ്മേളനം.